നിങ്ങൾ ഏതോ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടല്ലോ, നമ്മളോട് പറയാ വിലനെ വിളിപ്പിക്കുകയാണ്. നിങ്ങൾ ഏതോ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടല്ലോ, ആ ബുക്കില് സർവമത സത്യവാദമാണല്ലോ പഠിപ്പിക്കുന്നത്. ഏത് മതത്തിലായാലും കുഴപ്പമില്ല, ദിക്റേ ഖൽബ് ഉണ്ടായാൽ മതി എന്ന് പഠിപ്പിക്കുന്ന ഒരു ബുക്ക്. കാരണം നമ്മളെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇയാൾ വഞ്ചനയാണ്, ദജ്ജാലല്ലേ, ദജ്ജാലൂന കദാബൂനല്ലേ എന്നിട്ടൊരു പുസ്തകം വായിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞങ്ങളിവിടെ 2013 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് പോന്ന് ഞങ്ങളുടെ മശായിഖന്മാരുടെ കീഴിൽ ഞങ്ങളിവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട്, ഞങ്ങളിവിടെ എഴുതുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഞങ്ങളുടെ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങൾ പറയുന്നതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് വന്യരായ ശൈഖുന വിശദമായി പറയേണ്ട ശൈലിയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇത്രയും അധികം പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ടായിട്ട്, ഇത്രയും വർഷത്തെ ഞങ്ങളുടെ സംസാരങ്ങൾ ഉണ്ടായിട്ട്, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിനെതിരിൽ എന്തെങ്കിലും ഒരു വാദം ഞങ്ങൾക്കുള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല എന്നതിൻ്റെ രേഖയാണ്. എന്ത് ഇപ്പം ആളുകളെ പറ്റിക്കാണ്. ആള് എന്ന് പറയാതെ വല്ല വായിക്കുക. എന്നാൽ നമ്മൾ അഥവാ ചോദിച്ചാൽ പറയാലോ, ഞങ്ങൾ നിങ്ങളാന്ന് പറഞ്ഞില്ലല്ലോ. എന്നൊരു പാട്ടും ഉണ്ടാവുന്നത്, ആരാ പടച്ചോനെന്ന് ചോദിച്ചാൽ മടവൂരാന്ന് പറഞ്ഞേക്ക്, ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ആ പാട്ട് ഇവിടെ വന്ന അന്ന്, ഏത് മടവൂരാണ് പടച്ചോൻ എന്നുള്ള പാട്ട് വന്ന ഉടനെ ആ പാടിയത് ശരിയല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ സംഘം ഞങ്ങളുടെ സംഘമാണ്. ഞങ്ങളത് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് പറഞ്ഞ ആള് ശരിക്കാണെന്നോ ശരിയല്ലെന്നോ അത് പറയാനും പാടില്ല ഞങ്ങൾ പറഞ്ഞു. കാരണം അദ്ദേഹം തന്നെ അതിൻ്റെ ഉദ്ദേശം വിശദീകരിച്ചു. മടവൂർ ശൈഖുന ആ ഖാലിഖായ റബ്ബിൻ്റെ പ്രതിനിധിയാണ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ്. മുജാടിയവൻ്റെ ഉദ്ദേശം ഇവിടെ വ്യക്തല്ലേ. ഇനി ഒരു ബുക്ക് വായിച്ചു വരികയാണ്. ഈ ബുക്ക് വായിച്ചു വന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ഒരുത്തരും വിചാരിക്കേണ്ടതില്ല. ഈ ബുക്ക് വായിച്ചത് എന്തിൻ്റെ തെളിവാ? ഞങ്ങളുടേതായി ഒന്നും നിങ്ങളെ കയ്യിലില്ല എന്നുള്ളതിൻ്റെ രേഖയാണ്. ഇന്നലെ താനൂരിലെത്തി, അവിടെ നമ്മൾ വരും. പരപ്പനങ്ങാടിയിലെത്തി, അവിടെ ഞങ്ങൾ വരും. പിന്നെ ഉള്ളാളെത്തി, അവിടെ എന്തായാലും ഇൻഷാ അല്ലാഹ് വരും. ഇവിടെ നിങ്ങളെ വിടാൻ പോയിട്ടില്ല. ഈ സ്ഥലങ്ങളിലെല്ലാം താനൂർ വായിക്കുമ്പോൾ പറഞ്ഞു ഇത് ഞാൻ ആദ്യമായിട്ട് വായിക്കാം, പരപ്പനങ്ങാടി പറഞ്ഞു ഞാൻ ഫസ്റ്റ് വായിക്കാം. കാരണം ഇത് ഇന്ന് കിട്ടിയതാണ്. അതൊക്കെ ഞങ്ങൾക്ക് എത്ര മുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് അയാൾ മനസ്സിലായി. എന്നിട്ട് മൂപ്പരെ അടുത്തുള്ളത് എന്താ? അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി, ഞങ്ങളതിൻ്റെ ഒറിജിനൽ തന്നെ പിടിച്ചാൽ നിൽക്കുന്നത്. എന്താണ് ഇതൊക്കെ? എന്നിട്ട് നമ്മളോട് പറയും അതാ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, ആ ബുക്കിൽ ഇന്ന വിശ്വാസങ്ങളുണ്ട്, അത് ശരിയല്ല. ഒന്ന് കേട്ടോളൂ അദ്ദേഹം ഉള്ളാളത്ത് വെച്ച് പറഞ്ഞത്. നിങ്ങൾ കണ്ടോ ഒരു ബുക്ക്? ഇതൊരു വ്യാജത്വരീക്കത്തുകാരെ ബുക്കാ. പേര് ഞാൻ പറയൂല. പറയാത്തെന്താ അറിയോ? പറയൽ ആവശ്യമായി വരുമ്പോ പറയൂ. പറയാത്ത അത് പറഞ്ഞാൽ ഓരോരുത്തർ അതിങ്ങനെ അതുവഴിയാ കിട്ടാൻ നോക്കിയാക്കും. എന്നിട്ട് വേണ്ടാത്ത വായിക്കും. നിങ്ങളുടെ അവസ്ഥ അതേ വായിച്ചത്. ഞാൻ ഡോക്ടറാ, എനിക്ക് ചിലപ്പോ മലവും പരിശോധിക്കേണ്ടി വരും, മൂത്രവും പരിശോധിക്കേണ്ടി വരും, ചലവും പരിശോധിക്കേണ്ടി വരും, എന്നിട്ട് മരുന്നും കൊടുക്കേണ്ടി വരും. നിങ്ങളെന്തിന് മലം പരിശോധിക്കാൻ പോകണം? നിങ്ങളെന്തിന് മൂത്രം പരിശോധിക്കാൻ പോകണം? എനിക്ക് മരുന്ന് കൊടുക്കണം. അപ്പൊ എനിക്കതൊക്കെ പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ തിരയണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. തെരഞ്ഞിട്ട് വിട്ടുകൊണ്ട, നിങ്ങളെ കൈമിൽ നെൽസാക്കണ്ട. നിങ്ങളെ കയ്യോന്ന് ചോദിക്കും എന്നോട്. എന്റെ കൈക്ക് ഉറയിട്ടിട്ടുണ്ട്. അങ്ങനെ നെൽസ് വിരളുന്ന കൈയല്ല. മനസ്സിലായില്ലേ? ഞാൻ അഹങ്കാരമാണ് നിങ്ങളെ പറ്റിച്ചത്. ഈ അഹങ്കാരമാണ് താങ്കളെ കുഴിയിൽ ചാടിച്ചത്. എന്താ പറഞ്ഞേ? ഒരു വ്യാജത്വരീക്കത്തുകാരന്റെ ബുക്ക് ഞാൻ വായിക്കുന്നു, പേര് പറയൂലല്ലോ. കാരണം ദജ്ജാലല്ലേ. പറഞ്ഞാൽ ഇത് പൊള്ളൂലേ, കഴിഞ്ഞില്ലേ? വായിക്കാ ബുക്കാരെഴുതി ഞങ്ങൾ എഴുതിയതാണോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും മശായിഖന്മാർ എഴുതിയതാണോ? എന്താ നിങ്ങൾ പറയാ? എനിക്ക് മലം പരിശോധിക്കേണ്ടി വരും, ആ പണി എടുത്തു എനിക്ക് തന്നെ പറ്റുള്ളൂ. അതേ സമയത്ത് ഈ ബുക്കാരുടേത് പറയണം. ഞാൻ ഇതെല്ലാം നോക്കുമ്പോ എനിക്ക് പ്രൊട്ടക്ഷനായിട്ട് കവറുണ്ട്. കവറിന് പ്രൊട്ടക്ഷൻ തരാൻ പറ്റിയ സംഭവമല്ല ഇത്. ഞാൻ സർവമത സത്യവാദവുമായി പലരും വരും. ആ വരുന്ന ആളുകൾക്കൊക്കെ ത്വരീഖത്ത് വട്ടം ചാർത്തിയിട്ട് ഇത് വ്യാജന്മാരാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകണല്ല. അങ്ങനെ പല ബുക്കും ഇവിടെ ഉണ്ടാവില്ല. മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ ബുക്കിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചത് കൊണ്ട് അത് ഇസ്ലാമാകോ?
എവിടെങ്കിലും ഒരു ഷെയ്ഖെന്നോ മുറബ്ബിയെന്നോ കാണുന്നത് കൊണ്ട് ഇത് ദീനാകോ? സർവമത സത്യവാദം എന്ന ദീനിലുണ്ടോ? ഒരിക്കലുമില്ല. പച്ചയായ കുഫ്റാണത്. മുസ്ലിം സമൂഹം ഒന്നടങ്കം തള്ളിക്കളഞ്ഞ് വലിച്ചെറിഞ്ഞ് ഈ സമൂഹവുമായി അതിന് ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ച ഏതോ ആളുകളെ എടുത്തുകൊണ്ടുവന്ന് മശായിഖന്മാരെ അഹ്ലിലേക്ക് ചേർക്കാൻ മാത്രം എന്ത് അധപ്പതനമാണോ നിങ്ങളെ കഥ? എന്നിട്ട് ഉളുപ്പില്ലാതെ ഈ ബുക്ക് വായിക്കുക. എന്താണ് ആ ബുക്കിലുള്ളത്? ആരാ അത് എഴുതിയത്? എവിടെന്നാ അത് വന്നത്? അതിൻ്റെ ഒരു ചുക്കുങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾ പറയുന്നത് നേർക്ക് നേരെ പറയും, അതിൽ വളച്ചുകെട്ടലുകളില്ല. ഞങ്ങളിവിടെ പറഞ്ഞ പ്രസംഗം ലൈവാണ്, നിങ്ങളെ പേടിച്ച് ലൈവ് നിർത്തലില്ല. ഞങ്ങളിവിടെ പ്രസംഗിച്ച പ്രസംഗം ഞങ്ങളെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിലാണ്. അവർ വേണ്ടെന്ന് പറഞ്ഞ സെക്കൻഡിൽ ഞങ്ങൾ നിർത്തുമിത്. കാരണം ഞങ്ങൾ ഞങ്ങളുടെ വകയിലൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല അവന്റെ റസൂലിനെ അറിയിച്ചു കൊടുത്ത് ആ റസൂലിന്റെ വാരിസീങ്ങളായ മശായിഖന്മാരും അവരെ അംഗീകരിച്ച ഉലമാവും ഇവിടെ എഴുതി വച്ച അഹ്ലുസുന്നയുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളല്ലാതെ ഈ സംഘം ഏതെങ്കിലും ഒരു വാദം പറഞ്ഞു വച്ചത് തെളിയിക്കാൻ പേരോടുകാരനോ മുഷാവറയോ ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ്, ഒരു വാദപ്രതിവാദത്തിന് തയ്യാറാവുക എന്ന